വളരെ വിശാലമായിട്ടുള്ള ഒരു ചർച്ചയാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 100 സീറ്റ് കോൺഗ്രസിന് കിട്ടിയാൽ, അല്ലെങ്കിൽ 100 സീറ്റ് കോൺഗ്രസിന് കിട്ടിയാൽ പോലും 271 ഭൂരിപക്ഷം തികയണമെങ്കിൽ 271 272 ആവാൻ ഭരിക്കണമെങ്കിൽ അത് വേണമല്ലോ. അങ്ങ് 25 പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ വേണം, എന്നാലേ കോൺഗ്രസിന് ആ നിലവാരത്തിൽ എത്താൻ പറ്റുള്ളൂ. നടക്കാത്ത കാര്യമാണ്, നമുക്കൊക്കെ അറിയാം. ഇനി ആ സ്ഥിതി വന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഒരു ഭരണം വന്നു എങ്കിലത്തെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കൂ. DMK പോലുള്ള കുടുംബ പാർട്ടികൾ കോൺഗ്രസിനെ വരച്ച വരയിൽ നിർത്തി നിർബന്ധിച്ച് അഴിമതി നടത്തിച്ച് രാജ്യത്തിന്റെ എല്ലാവിധ നന്മയും നശിപ്പിക്കൂലേ? DMK പോലെ ഒരു അഴിമതി പാർട്ടി ലോകത്തില്ലല്ലോ. അപ്പൊ അവര് അഴിമതി നിർബന്ധിച്ച് നടത്തിക്കും കോൺഗ്രസിനെ കൊണ്ട്. കോൺഗ്രസിനാണെങ്കിൽ ഭരണം വേണം എന്നുള്ളത് കൊണ്ട് അതിന് വഴങ്ങി കൊടുക്കേണ്ടതായിട്ട് വരില്ലേ? ഇനി രണ്ടാമത് നോക്കൂ, 10 സീറ്റ് പോലും തികയാൻ ഇടയില്ലാത്ത ഇടതന്മാര്. 10 സീറ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു 3 സീറ്റ് 2 സീറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇടതന്മാര് തങ്ങളുടെ വിദേശ യജമാനന്മാർക്ക് വേണ്ടിയിട്ട് സൈനിക രഹസ്യങ്ങൾ വരെ ചോർത്തി കൊടുക്കാൻ കോൺഗ്രസിനെ ഉപയോഗിക്കില്ലേ? കോൺഗ്രസിനുള്ളിലുള്ള ഇന്നത്തെ ഏത് നേതാവാ രാഷ്ട്രസ്നേഹമുള്ളവരുള്ള? ഒരൊറ്റ എണ്ണത്തിന്റെ പേര് പറയാൻ പറ്റുമോ? ഒറ്റ എണ്ണത്തിന്റെ ഇല്ല. അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ഒറ്റിക്കൊടുക്കും, DMKക്ക് ഒറ്റിക്കൊടുക്കും. നീ നോക്കൂ, ഫറൂഖ് അബ്ദുള്ളമാര് ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവന്ന് കാശ്മീരിൽ തീവ്രവാദം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കൂലേ? തീർച്ചയായിട്ടും ഭരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അതിനും തയ്യാറാവും. ഇനി ലീഗുകാർ സമ്മർദ്ദം ചെലുത്തിയിട്ട് മുത്തലാഖ് വീണ്ടും പുനഃസ്ഥാപിക്കും, സംശയിക്കേ വേണ്ട ആ കാര്യത്തില്. മുത്തലാഖ് സ്ഥാപിക്കല്ല, ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾ അഴിഞ്ഞാടൂലേ? ചിന്തിച്ചു നോക്കൂ, ഓരോ ഈർക്കിൽ പാർട്ടി നേതാവും ഓരോ പ്രധാനമന്ത്രിമാരാവും. ഒരാഴ്ച മതിയാവൂല ഇന്ത്യ ഭരിക്കാൻ പ്രധാനമന്ത്രിമാര്. ഒരു ദിവസം രാഹുൽ ഗാന്ധി, പിറ്റേ ദിവസം അടുത്ത ആൾ അങ്ങനെ ഭരിക്കേണ്ടി വരും. ഇത്തരം ഒരു ഇന്ത്യയെ സൃഷ്ടിച്ചെടുക്കാൻ കോൺഗ്രസും CPM-ഉം ഒരു തുറുപ്പ് ഷീട്ടാക്കാൻ ശ്രമിക്കുന്നത് ആരെയാന്ന് നോക്കൂ, കേരളത്തെയാണ്. പരസ്പരം മത്സരിച്ച് ജയിച്ചു പോയാൽ പാർലമെന്റിൽ ഒന്നിക്കുന്ന തട്ടിപ്പല്ലേ ഇവിടെ നടക്കുന്നത്? ഇത് അവസാനിപ്പിക്കണ്ടേ നമുക്ക് എല്ലാവർക്കും? ഇവിടെ ഇപ്പൊ ആര് ജയിച്ചാലും അവർ അവിടെ ചെന്ന കൈകോർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ ചെയ്യണേ? നമ്മൾ മണ്ടന്മാരാവാൻ പാടുണ്ടോ കേരളീയര്, വോട്ടർമാര്? കോൺഗ്രസിലും CPM-ലും ഉള്ള ദേശസ്നേഹികളായിട്ടുള്ള യുവാക്കള് BJPക്ക് വോട്ട് ചെയ്ത് ഇടതു വലത് ജനവഞ്ചകർക്ക് കനത്ത പ്രഹരം നൽകല്ലേ ഇപ്പൊ ശരിക്കും ചെയ്യേണ്ടത്? കേരളത്തിൽ ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് ഇന്ത്യ മുന്നണി ആവണം. അങ്ങനെ തന്നെ വരണം. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ വിലയേറിയ വോട്ടവകാശം ഇവർക്ക് തന്നെ നൽകി അവരെ പരസ്പരം വാരിപ്പുണരാനും രാജ്യദ്രോഹ പ്രവർത്തനം നടത്താനും വേണ്ടിയിട്ട് അങ്ങോട്ട് വിടരുത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതാണ് രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം ഇന്ത്യയെ രക്ഷിക്കാനുള്ളതാവണ്ടേ ഇത്തവണത്തെ വോട്ട്. ചരിത്രത്തിൽ ആദ്യമായി കേരളം ദേശീയതയോടൊപ്പം നടന്നതിന് കാരണഭൂതരായി എന്ന അഭിമാനത്തോടെ പറയാൻ കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് സാധിക്കണ്ടേ? ചരിത്രത്തിൽ ആദ്യമായി കേരളം ഭാരതത്തിന്റെ കൂടെ നടക്കുന്നു, ഭാരതത്തിന്റെ ദേശീയതയുടെ കൂടെ നടക്കുന്നു. തീവ്രവാദത്തെയും അഴിമതിയെയും ഭീകരവാദത്തെയും ഞങ്ങളിതാ പുറന്തള്ളിയിരിക്കുന്നു എന്ന് ഒരു പ്രാവശ്യമെങ്കിലും കേരളീയ ജനത പറയണ്ടേ? അതിനുള്ളൊരു തൻ്റെ ഇടം നമുക്ക് ഉണ്ടാവണ്ടേ? ഇനിയും ഈ ഇടതിന്റെയും വലതിന്റെ അടിമകളായിട്ട് കേരളത്തിലെ വോട്ടർമാർ നിൽക്കണോ? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ. ഇത് കേരളത്തിന്റെ മുഴുവൻ മുക്കിലും